ഇപ്പോൾ അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥിക്കരുതെന്ന് പറയുന്ന സാമാന്യ ഒരു ജ്ഞാനത്തിലേക്ക് നമ്മുടെ പൗരോഹിത്യം ഉയരണം. പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടില്ല, നിങ്ങൾ പ്രവർത്തിക്കൂ. നമ്മൾ ഡോക്ടറെ എടുക്കാൻ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും ഞാൻ പ്രാർത്ഥിക്കാമെന്നാണോ പറയുന്നത്? അല്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ SI പറയുകയാണോ കേസെല്ലാം കേട്ടു എന്നിട്ട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാലോ? പ്രവൃത്തി വേണം. ഞാൻ കേസ് അന്വേഷിക്കാന്നല്ലേ പറയണ്ടേ? നിങ്ങൾ പ്രാർത്ഥിക്കൂ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ഷേപിക്കുന്നതായിട്ടല്ലേ തോന്നുന്നു, കേസ് കൊടുക്കില്ലേ നമ്മൾ ജഡ്ജി? അല്ലേ തന്നെ ഈ തന്ത്രി അല്ലെങ്കിൽ ഈ തിരുമേനി ക്ഷേത്രത്തിൽ നിന്ന് സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 4 ദിവസം കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? കമ്മിറ്റിക്കാർ ഇറക്കി വിടും. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്. ഇപ്പോൾ പറയില്ല എല്ലാവരും ബ്രാഹ്മണന്മാർ വെറുതെ നിന്ന് കാശ് മേടിക്കാമെന്ന്. ഈ ആത്മീയ പ്രവൃത്തി ചെയ്യുന്നവർ വെറുതെ നിൽക്കുകയാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് ചെയ്യുന്നത്. കാരണം അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന സമയത്തല്ല. അതിന് ഭക്തർക്ക് സന്തോഷിക്കുമ്പോൾ അവർക്ക് അന്നേരം ചെറിയ സമയം പ്രശ്നം ഉണ്ടായാൽ അവിടെ ചെല്ലുമ്പോൾ ഉടനെ എനിക്ക് പ്രസാദം കിട്ടിയില്ല, ദേവസ്വം പ്രസിഡന്റാണ്, MLA ആണ്, MP ആണ്, പഞ്ചായത്ത് മെമ്പറാണ്, ഞങ്ങൾ ഇവിടുത്തെ വലിയ പുള്ളിയാണ്, ഇവർ ചെല്ലുമ്പോഴേ കൊടുത്തില്ലെങ്കിൽ പൂജാരി കൊള്ളില്ലാത്തതാണ്. പിന്നെ കയ്യിലേക്ക് കൊടുക്കുന്ന തീർത്ഥം ഒന്നും അശ്രദ്ധയോടുകൂടി താഴെ പോയി കഴിഞ്ഞാൽ തന്നെ ഒഴിക്കുന്ന ആൾക്ക് കുറ്റമായി. അപ്പൊ അവിടെ പ്രധാന ജോലി മേൽശാന്തിയെ സംബന്ധിച്ച് ദേവതാ പൂജയാണ്. ആ പൂജ കഴിഞ്ഞതിന് ശേഷം ഇടവേളകളിലാണ് അദ്ദേഹത്തിന് ഇവരെ പരിചരിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? അദ്ദേഹവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ആ പ്രവർത്തിക്കാണ് പ്രാധാന്യം. ഞാനിവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ വഴിപാട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, വഴിപാടെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധയില്ലാതെ കൊടുക്കുന്നതാണ് വഴിപാട്. ശ്രദ്ധയുള്ളത് അവിടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിക്കോ അല്ലെങ്കിൽ പൂജാരിക്കോ ആണ്. അത്രയും ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നവരാണ്